അങ്ങനെ അരിപ്പൊടി മൂത്തു റോസ് കളറായി മൂത്ത് ഇനി വാങ്ങാൻ പോവാണ്. നല്ല റോസ് കളറായി അരിപ്പൊടി മൂത്ത്. അങ്ങനെ ശർക്കരയുടെ പാനി അടുപ്പ് വെച്ചു. 1 കിലോ ശർക്കരയ്ക്ക് അത് 3 ഗ്ലാസ് വെള്ളം ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ പൊങ്ങി വന്നിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തൂവി അപ്പുറത്ത് പോകും. ഇത് ചെറുതായിട്ട് ഇതുപോലെ പൊട്ടി ചെറുതായി താഴ്ന്ന ഉടനെ വാങ്ങിക്കണം. അതായത് ഇതിൻ്റെ പരുവം. അതെ, ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. ചൂട് ഇതായിട്ട് പൊട്ടി ചെറുതായിട്ട് താഴ്ന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിയിട്ട് പൊടിക്കാതെ മിക്സ് ചെയ്താൽ മതി. വേണ്ട, ചെറിയ കുമ്പളകൾ വരുന്നു, ചെറുതായിട്ട് പൊട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടത്തില്ല, അത്ര രീതിയിൽ കട്ടിയായിരിക്കും. വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ. ഉണ്ടോ, ഇനി വാങ്ങാൻ പോവുക. ചുക്ക്, ജീരകം, ഏലക്ക, ഈ വറുത്ത് വെച്ച അരിപ്പൊടി ഇതിനകത്ത് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഞങ്ങൾ ഇളക്കുന്നു. ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, വറുത്ത് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. 1.5 കിലോ അരി, 3 തേങ്ങ, ചുക്ക്, ജീരകം, ഏലക്ക, ശർക്കര. 60 മാവുണ്ട കിട്ടും 1.5 കിലോ അരിക്ക്. ഈ വലിപ്പത്തിൽ 1.5 കിലോ അരിയും 3 തേങ്ങയും 1/2 കിലോ ശർക്കരയും.